ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ വൈകിട്ട് 4 മണിക്ക് ഇനി 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ രാജ്യത്ത് മോക്ക് ഡ്രിൽ നടക്കും. 259 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഏകോപന ചുമതല കളക്ടർമാർക്കാണ്. യുദ്ധ സാഹചര്യം നേരിടാൻ വേണ്ടി ഓരോ പൗരനും സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അത് ധരിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം നടത്തുകയുമാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് മോക്ക് ഡ്രിൽ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഓരോ പൗരനും ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന മോക്ക് ഡ്രില്ലിൽ പാലിക്കേണ്ടത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ബി കെ സുഹൈൽ ആ കാര്യങ്ങൾ വിശദീകരിക്കും. നമ്മുടെ രാജ്യം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താകണം നമ്മുടെ തയ്യാറെടുപ്പുകൾ എന്നതിന് കൃത്യമായ മാർഗരേഖ വരയ്ക്കുകയാണ് ഈ മോക്ക് ഡ്രിൽ. നമുക്ക് നോക്കാം എന്താണ് മോക്ക് ഡ്രിൽ എന്ന് നമുക്ക് നോക്കാം. യുദ്ധ സാഹചര്യം നേരിടാൻ സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പാണ്. നമ്മുടെ സാധാരണ ജനങ്ങളെ ഈ ഒരു യുദ്ധത്തിന് എങ്ങനെ തയ്യാറെടുക്കാം, എങ്ങനെ പ്രതിരോധമൊരുക്കാം എന്നുള്ളതിനുള്ള നമ്മുടെ സർക്കാർ നൽകുന്ന രൂപരേഖയാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ ഈ മോക്ക് ഡ്രിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ട പ്രതിരോധ മാർഗം ബ്ലാക്ക് ഔട്ട് എന്നുള്ളതാണ്. എന്താണ് ബ്ലാക്ക് ഔട്ട് എന്ന് നമുക്ക് നോക്കാം. ഇരുട്ടിലേക്ക് മറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കുക എന്നുള്ളത് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ്. സാധാരണക്കാർ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ശത്രുവിൻ്റെ ലക്ഷ്യമാകാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ബ്ലാക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇനി വൈകിട്ട് 4 മണിക്ക് ഇന്ന് ഈ മോക്ക് ഡ്രിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി എന്തൊക്കെയാണ് താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വാർഡ് തല ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. താഴെ തട്ട് മുതൽ വാർഡ് തലങ്ങളിൽ തന്നെ ഇതിൻ്റെ ഒരു ഈ മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കുകയാണെങ്കിൽ സ്കൂളുകൾ, കമ്മ്യൂണിറ്റി ഹാളുകൾ, മറ്റു പ്രധാന ഇടങ്ങൾ, ഇവിടെ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ അടക്കം തയ്യാറാക്കുന്നു. എങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ അവിടെ ഒരു വാർഡ് തലത്തിൽ വരെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ വേണം എന്നതിനുള്ള ഒരു ഒരുക്കം അതുണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്ന് 4 മണിക്ക് നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് 2 സൈറണുകളാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി ഉണ്ടാവുക. ഇത് മോക്ക് ഡ്രില്ലിന് മാത്രമല്ല, ഇത് നമുക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യം യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ സൈറണുകളെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതിനുള്ള ഒരു പരിശീലനം കൂടിയാണ്. 2 സൈറണുകളുണ്ട്. ഒന്നാമത്തെ സൈറൺ മുഴങ്ങുമ്പോൾ എല്ലാ ലൈറ്റുകളും അണയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി 4 മണിക്ക് ആദ്യത്തെ ഒരു സൈറൺ മുഴങ്ങും. ആ സമയത്ത് തന്നെ എല്ലാവരും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ എല്ലാ ലൈറ്റുകളും അണക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. ജനലിൻ്റെ കർട്ടനുകൾ താഴ്ത്തിയിടണം. നമ്മൾ ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ബ്ലാക്ക് ഔട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. അതുകൊണ്ട് തന്നെ നമ്മുടെ കർട്ടനുകൾ മുഴുവൻ താഴ്ത്തിയിടുക എന്നുള്ളതാണ് നിർദ്ദേശം. ജനാലകൾക്കടുത്ത് മൊബൈൽ ഫോണോ പ്രകാശം ഉള്ള മറ്റേതെങ്കിലും ഉപകരണങ്ങളോ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഈ പ്രകാശം നോക്കിയാണ് പ്രധാനമായും ശത്രുക്കൾ നമ്മെ ആക്രമിക്കാൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ശത്രുക്കളിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ളൊരു പരിശീലനം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണോ ലൈറ്റുള്ള ഏതെങ്കിലും ഉപകരണമോ അതെല്ലാം ഓഫാക്കുക, അല്ലെങ്കിൽ ഈ ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ, പുറത്തുനിന്ന് കാണാവുന്ന തരത്തിൽ പ്രകാശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിനുള്ളിലെ, നമ്മുടെ ബിൽഡിങ്ങുകൾക്കുള്ളിലെ ഗ്യാസ്, വൈദ്യുതി ഉപകരണങ്ങൾ പൂർണ്ണമായും ഓഫാക്കുക എന്നുള്ളതാണ്. അതോടുകൂടി നമ്മൾ പൂർണ്ണമായും പുതിയ ഒരു ഒരുക്കത്തിലേക്ക്, നമ്മുടെ ഈ മോക്ക് ഡ്രില്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തന്നെ നമുക്ക് വൈദ്യുതി ഉപകരണങ്ങൾ ഓഫാക്കുക എന്നുള്ളത് പ്രധാനമായി വരുന്നു. ഇത് നമുക്ക് ഈ ശത്രുവിൻ്റെ ആക്രമണം നടക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ആക്രമണം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഏറ്റവും സേഫായിരിക്കാനുള്ള ഒരു മാർഗമായി സർക്കാർ പറയുന്നത് കെട്ടിടങ്ങൾക്കുള്ളിൽ ഇരിക്കുക എന്നുള്ളതാണ്. പൊതുസ്ഥലത്തുള്ള ആളുകൾ ഏറ്റവും അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറണം. ഇന്ന് 4 മണിക്ക് നടക്കുന്ന മോക്ക് ഡ്രില്ലിലായിരുന്നാലും ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആക്രമണം നടക്കുന്ന ഘട്ടത്തിലായിരുന്നാലും എത്രയും പെട്ടെന്ന് കെട്ടിടത്തിലേക്ക് മാറുക എന്നുള്ളതാണ് നിർദ്ദേശം. അതേപോലെ തന്നെ ബാറ്ററി, സോളാർ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ എന്നിവ കരുതണം. ഒരു ആക്രമണം നടന്നു എന്ന് വിചാരിക്കുക. എല്ലായിടത്തും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി ഇല്ലാത്ത ഒരു ഘട്ടമായിരിക്കും. ഒരുപക്ഷെ ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല. ആ തരത്തിൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിന് കൃത്യമായൊരു മാർഗനിർദ്ദേശമാണ്. നമ്മുടെ കൈകളിൽ എവിടേക്കും പോകാനുള്ള, ഒരുപക്ഷെ പലായനം ചെയ്യാനുള്ള അർത്ഥത്തിലുള്ള സാധന സാമഗ്രികൾ നമ്മുടെ അടുക്കൽ ഒരുക്കി വെക്കണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോർച്ചുകൾ, ഗ്ലോ സ്റ്റിക്കുകൾ, റേഡിയോ അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, മരുന്നുകൾ, വെള്ളം, ഡ്രൈ ഫ്രൂട്ട് എന്നിവ കരുതുക എന്നുള്ളതാണ്. ഏത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മരുന്നുകൾ ആവശ്യമായി വരും.
ഒരു ബോട്ടിൽ വെള്ളമെങ്കിലും നമ്മുടെ കയ്യിൽ വേണ്ടിവരും. അതേപോലെ തന്നെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട് അത് നമ്മുടെ കയ്യിൽ കരുതുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായി പറയുന്നത്. അപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നമ്മുടെ കൈകളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2 സൈറനുകളാണ് ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തെ സൈറൻ, ദീർഘമായ സൈറൻ്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞാൽ ചെറിയ സൈറനിൽ നമ്മൾ കേട്ട അതിനുശേഷമുണ്ടായ ആ സമയത്ത് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതരാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സൈറൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സൈറൻ സുരക്ഷിതമാണ് നിങ്ങൾ എന്നുള്ള അർത്ഥം നൽകുന്ന സൈറനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മോക്ക് ഡ്രില്ലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയപ്പെടുക എന്നുള്ളതല്ല, മറഞ്ഞിരിക്കൽ പ്രതിരോധമാണ്. അതോടൊപ്പം തന്നെ മറഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കൈകളിൽ എന്തൊക്കെ സുരക്ഷിതമായി ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു പാഠം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു പഠനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. യുദ്ധമുണ്ടാകുമ്പോൾ